ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൈത്തണിലെ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറായ സ്ട്രിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിന്റെ ഡെഫിനേഷനിലേക്ക് കടക്കാം. എ സ്ട്രിംഗ് ഇൻ പൈത്തൺ ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ കോട്ട്സ്. അതായത് സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ എൻക്ലോസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഡബിൾ കോട്ടിൽ പൈത്തൺ ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണ്. ദെൻ ഞാൻ ആ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ കോട്ടിൽ എൻക്ലോസ് ചെയ്തിട്ട് ഞാനൊരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുത്തതിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഇത് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണെന്നാണ്. വൺസ് ക്രിയേറ്റഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്. നമ്മൾ ഒരു വട്ടം ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനെയാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് ആണ്. ഈച്ച് ക്യാരക്ടർ ഹാസ് എ പൊസിഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ എന്ന് ആരംഭിച്ചിട്ട് ഓരോ ക്യാരക്ടറിനും ഓരോ പൊസിഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത സ്ട്രിംഗ് ഒബ്ജക്റ്റിൽ ഇവിടെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തന്റെ ഇൻഡെക്സ് പൊസിഷൻ വന്നിട്ട് പൈത്തണിൽ പിന്റെ ഇൻഡെക്സ് പൊസിഷൻ വന്നിട്ട് 0 ആണ് വരുന്നത്. അപ്പോൾ തന്നെ വൈക്ക് 1 ആണ് വരുന്നത്. ടി എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് എച്ച് എന്ന് പറയുന്നത് 3 ആണ്. ഒ എന്ന് പറയുന്നത് 4 ആണ്. ആൻഡ് എൻ എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ക്യാരക്ടറിന് നമുക്ക് 6th ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഐക്ക് നമുക്ക് 7th ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കാൻ പറ്റും. ആൻഡ് എസിന് 8th ഇൻഡെക്സ് പൊസിഷൻ. ദെൻ നെക്സ്റ്റ് സ്പേസ് ക്യാരക്ടർ വരുമ്പോൾ അതിന് 9th ഇൻഡെക്സ് പൊസിഷൻ. ദെൻ ജിക്ക് 10th ഇൻഡെക്സ് പൊസിഷൻ. ഓന് നമ്മൾ 11th ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കും. നെക്സ്റ്റ് ഓന് 12th ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കും. ആൻഡ് ഡിക്ക് 13th ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് അതിൽ ഇൻഡെക്സിങ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം നെഗറ്റീവ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിയിൽ നിന്നാണ്. ഇവിടെ -1 വരും, ദെൻ -2 വരും, -3 വരും, -4 വരും, ആൻഡ് സ്പേസിന് -5 വരും. അങ്ങനെ പോകും. അപ്പം നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ഇൻഡെക്സിങ്ങും ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സിങ് ചെയ്യുമ്പോൾ നമ്മളത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. നെഗറ്റീവ് ഇൻഡെക്സിങ് ചെയ്യുമ്പോൾ അത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് -1 എന്നാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്ലൈസിംഗ് ആണ്. യു ക്യാൻ എക്സ്ട്രാക്ട് പാർട്സ് ഓഫ് എ സ്ട്രിംഗ് യൂസിങ് ഇൻഡെക്സ് റേഞ്ചസ്. ഇൻഡെക്സിന്റെ റേഞ്ചസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ട്രിംഗിന്റെ പാർട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കൺകാറ്റനേഷൻ ആണ്. സ്ട്രിംഗ് ക്യാൻ ബി കമ്പൈൻഡ് യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ. ഈ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺകാറ്റനേഷൻ ചെയ്ത് സ്ട്രിംഗിനെ കമ്പൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ മെത്തേഡ്സ്. പൈത്തൺ പ്രൊവൈഡ്സ് മെനി ഫംഗ്ഷൻസ് ടു മാനിപ്പുലേറ്റ് സ്ട്രിംഗ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ ഒരുപാട് ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രിംഗിന്റെ പോർഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഹൗ ടു ക്രിയേറ്റ് സ്ട്രിംഗിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. പിന്നെ സ്ട്രിംഗിന്റെ ഉള്ളിൽ നിന്ന് എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, സ്ട്രിംഗിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, സ്ട്രിംഗിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, അതിൽ എന്താണ് എസ്കേപ്പ് സീക്വൻസസ് വരുന്നത്, നമുക്കൊരു സ്ട്രിംഗിനെ എടുത്തിട്ട് എങ്ങനെ റിവേഴ്സ് ചെയ്യാം, സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ടു ചെക്ക് വിത്ത് ഇൻ ദ സ്ട്രിംഗിന്റെ ഉള്ളിൽ നമുക്ക് എലമെന്റ്സിനെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ സ്ട്രിംഗ് മെത്തേഡ്സ്, സ്ട്രിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് ഓൺ സ്ട്രിംഗ്, അതിൽ നമ്മൾ പ്ലസ് ഓപ്പറേറ്ററും റിപ്പിറ്റേഷൻ ഓപ്പറേറ്ററും എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ദെൻ ബിൽറ്റ് ഇൻ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്ട്രിംഗ്. സ്ട്രിംഗിൽ വരുന്ന സ്ട്രിംഗിനെ എൻറ്റയർലി മാറ്റാൻ സാധിക്കുന്ന കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിന്റെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് സ്ട്രിംഗ് എന്നാണ്. അപ്പം ഇതിൽ നമുക്ക് 3 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ പറയുന്നത് STR എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്ക് STR എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നമുക്ക് ഈ സ്ട്രിംഗിന്റെ ഉള്ളിൽ ഈ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് എന്ത് പാരാമീറ്റർ വേണമെങ്കിലും കൊടുക്കാം. എന്ത് പാരാമീറ്റർ ആണ് കൊടുക്കുന്നത് അതിന് അത് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. നമുക്ക് ഇവിടെ ഒരു നമ്പർ കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിംഗ് തന്നെ കൊടുക്കാം, അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് കൊടുക്കാം, ടപ്പിൾ കൊടുക്കാം. പക്ഷെ എന്ത് കൊടുത്താലും ഇത് എൻറ്റയർലി അങ്ങനെ തന്നെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാണ് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു മെത്തേഡ് വരുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോട്ട്സ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് സിംഗിൾ കോട്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഡബിൾ കോട്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ സ്ട്രിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്തിട്ട് സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡോക് സ്ട്രിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് നമ്മൾ ഡോക്യുമെന്റേഷൻ സ്ട്രിംഗ് ആണ് ഫുൾ നെയിമിൽ വിളിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് മെത്തേഡാണ്. ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പം നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് വേണമെങ്കിൽ അത് കൊടുക്കാം. എൻ്റർ യുവർ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്കൊരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ആ സ്ട്രിംഗ് കയറിപ്പോയിക്കോളും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ 3 മെത്തേഡിൽ നമുക്ക് സ്ട്രിംഗിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ആക്സസ് എലമെന്റ്സ് ഫ്രം എ സ്ട്രിംഗ് എന്നാണ്. സോ ഇതിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് 3 മെത്തേഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡെക്സിംഗ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു സ്ട്രിംഗ് ഞാൻ എടുക്കുകയാണ്. ആ സ്ട്രിംഗ് വരുന്നത് Python is a programming language എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്കാണ് ഈ Python is a programming language എന്ന് പറയുന്ന സ്ട്രിംഗ് ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിൽ നിന്ന് ഇൻഡെക്സിംഗ് ഉപയോഗിച്ചിട്ട് P എന്ന് പറയുന്ന ഒരു
അതിൻ്റെ ഉള്ളിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ സബ്സ്ട്രിങ് എടുക്കാനായിട്ട് പോവാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് ഇതിൽ ഇൻഡെക്സിങ് അറിയണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പി സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. പിന്നെ 1 2 3 4 5 പിന്നെ സ്പേസിന് 6 വരും, 7 8 9 10 11 12 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇൻഡെക്സിങ് പോകും. അപ്പോൾ ഇൻഡെക്സിങ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ ഒബ്ജക്റ്റ് കൊടുക്കും, അതിനുശേഷം ഇൻഡെക്സ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് സബ്സ്ട്രിങ് എന്താണോ വരുന്നത് അത് നമുക്ക് റിട്ടേൺ ചെയ്തു തരും. ഇതിൽ പി ആണ് സബ്സ്ട്രിങ് വരുന്നത്, ആ സബ്സ്ട്രിങ് നമുക്ക് അത് റിട്ടേൺ ചെയ്തു തരും. ഇതാണ് ഇൻഡെക്സിങ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്ലൈസിംഗ് ആണ്. അപ്പം സ്ലൈസിംഗ് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് അളനെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എ എടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും അതിനൊരു സ്റ്റോപ്പിംഗ് ഇൻഡെക്സും കൊടുക്കുകയാണ്. ഇപ്പം എനിക്കിതിൽ പൈത്തൺ എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് കിട്ടേണ്ടതെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് 0 എന്നാണ്, അതിൽ എൻഡിങ് വരുന്നത് 5 ആണ്. പക്ഷെ നമ്മൾ 6 വരെ കൊടുക്കേണ്ടി വരും. അപ്പം ഇതിൽ ഞാൻ എ 0:6 വരെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് പൈത്തൺ എന്ന് പറയുന്ന ആ ഒരു സബ്സ്ട്രിങ്ങിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് വരുന്നത്. ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലൂപ്പിംഗ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഫോർ ഐ ഇൻ എ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് പ്രിന്റ് ഐ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് വരും, അതിൻ്റെ ഉള്ളിൽ ഓരോ ലെറ്റേഴ്സ് പി വൈ ടി എച്ച് ഒ എൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ ലെറ്റേഴ്സ് 1 by 1 ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഐന് എന്തെങ്കിലും മാനിപ്പുലേഷൻസ് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഐനെ എടുത്തിട്ട് ഐ ഡോട്ട് അപ്പർ കേസിലേക്ക് ആക്കാം അല്ലെങ്കിൽ ലോവർ കേസിലേക്ക് ആക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മാനിപ്പുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നമ്മുടെ സ്ട്രിങ്ങിലത്തെ ഒരു എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ് ആണ്. സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ്. അപ്പോൾ സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്ട്രിങ്ങിനെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കും, എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കും, അത്രേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു സ്ട്രിങ് ഉണ്ട്, Python ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് പൈത്തൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ എനിക്ക് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അപ്പം അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് സെയിം ടൈം നമുക്കിതിൽ അപ്ഡേറ്റിംഗ് എലമെന്റ്സിന്റെ സ്ട്രിങ് ആ ഒരു ടോപ്പിക്കും കൂടി ഇതിൽ പഠിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് നോക്കാം. അതിന്റെ കേസിൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ഇൻ സ്ട്രിംഗ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് പ്രോഗ്രാമിംഗ് ആണ് കളയേണ്ടതെങ്കിൽ ആദ്യം ആ ഒരു പാർട്ടിനെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കണം. അത് ഇൻഡെക്സ് പൊസിഷൻ ഉപയോഗിച്ചിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ജോയിൻ ചെയ്യണം. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു ഒബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ എസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. കാരണം എനിക്ക് എയിലേക്ക് തന്നെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം സ്ട്രിംഗ് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ നമുക്ക് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പം ഇതിൽ ഞാൻ ഒബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ എന്റെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. പിന്നെ 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ 0:11 വരെയുള്ള പോർഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈത്തൺ ഈസ് എ വരെയുള്ള പോർഷൻ ആണ് ഇതിൽ വരുന്നത്. ദെൻ ഒരു പ്ലസ് കൊടുക്കുക, ദെൻ അടുത്ത പാർട്ട് എടുക്കുക. അപ്പോൾ പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് അടുത്തത് വരുന്നത്. അപ്പം ഇവിടെ 11 വരെ വന്നു, 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 24 തൊട്ടിട്ട് അവസാനം വരെയുള്ള ഭാഗം. അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷൻ വരുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്ലൈസിംഗ് എന്ന് പറയുന്ന മെത്തേഡ്, സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം ഇതിൽ ഈ ഓപ്പറേറ്റർ ആണ് നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. കൺകാറ്റിനേഷൻ. അപ്പോൾ ഇത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആണ്. ഇത് നമ്മൾ നമ്പേഴ്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അഡീഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്ലസ് നമ്മൾ സ്ട്രിംഗിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പം ഇത് തന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം എനിക്ക് പൈത്തൺ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ പൈത്തൺ മാറ്റിയിട്ട് ജാവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇപ്പം ഞാൻ S1 = എനിക്ക് ഫസ്റ്റത്തിൽ ജാവയാണ് കേട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള പാർട്ടാണ്. അപ്പം ഇത് 0 1 2 3 4 5 വരെയുള്ള ഭാഗം, ദെൻ 6 തൊട്ട് നമുക്ക് വേണം. അപ്പോൾ പ്ലസ് ഇടുക, എന്നിട്ട് A:6 തൊട്ടുള്ള ഭാഗം നമുക്ക് ഫുള്ളും വേണം. അപ്പം എനിക്കിതിൽ ഈ ഒരു പാർട്ടിന് ജാവ എന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിന് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. നമുക്ക് അപ്പം ഈ ഒരു പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്ത് കയറ്റാനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു എലമെന്റിനെ റിമൂവ് ചെയ്യാനും നമുക്ക് ഈ സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ് വഴി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ നെക്സ്റ്റ് ഒരു മെത്തേഡ് വരുന്നത് മേക്ക് എ ലിസ്റ്റ് ആൻഡ് റിമൂവ് ഇറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പം രണ്ടാമത്തെ മെത്തേഡ് മേക്ക് എ ലിസ്റ്റ് ആൻഡ് റിമൂവ് ഇറ്റ്. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സ്ട്രിംഗ് തന്നെയാണ്, പൈത്തൺ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പം ഇതിൽ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് പറയാം. ഇപ്പം ഞാനിതിൽ ഇപ്പം നമ്മൾ എ ഡോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. എന്നിട്ട് അതിൽ എനിക്ക് ഈ ഒരു പാർട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതിന് ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് S1 അല്ലെങ്കിൽ S എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിലേക്ക് കേട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് S ഓഫ് ആ ഒരു ഇൻഡെക്സിങ് വരുന്നത് ഇവിടെ 0 വരും, ഇത് 1 വരും, ആൻഡ് ഇത് 2 വരും, ആൻഡ് ഇത് വരുന്നത് 3 ആണ്. അപ്പോൾ ഡിലീറ്റ് S ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പ്രോഗ്രാമിംഗ് എന്ന പാർട്ട് ഡിലീറ്റ് ആയിട്ട് പോകും. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളതിനെ എസിനെ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഞാനത് വേറൊരു ഒബ്ജക്റ്റിലേക്ക് കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. ജോയിൻ ഫംഗ്ഷൻ ആണ് അതിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡോട്ട് ജോയിൻ എസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ എൻ്റെ എസ് എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റ് ആണ്, അതിൽ നിന്ന് പ്രോഗ്രാമിംഗ് റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ബാക്കി നമുക്ക് പൈത്തൺ ഈസ് എ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് മാത്രം കിട്ടും. ഓക്കെ, ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം അതിൽ വരുന്നത് ഞാനിപ്പം എനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനൊരു ലിസ്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഞാൻ എസ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് നേരത്തെ കിട്ടിയ പോലെ ഒരു ലിസ്റ്റ് കിട്ടുന്നു. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ എലമെന്റ് എസ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരുന്നു? പൈത്തൺ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിനെ റിമൂവ് ചെയ്തിട്ട് ജാവ എന്ന് പറയുന്ന എലമെന്റിനെ കയറ്റണം. അപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതിനെ ജോയിൻ ചെയ്യും. S1 ഇസ് ഈക്വൽ ടു ജോയിൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യും. ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ലിസ്റ്റ് ഞാൻ അതിലേക്ക്. ഓക്കെ, അപ്പൊ എനിക്ക് ജാവ ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാർട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാനും ഈ ഒരു പോർഷൻ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്പ്ലിറ്റിന് പകരം ലിസ്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ സ്ട്രിങ്ങിനെ എടുത്തിട്ട് ലിസ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. മുകളിൽ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നമുക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് എ കൊടുത്തിട്ട് അതിനെ ലിസ്റ്റ് ആക്കി മാറ്റിയിട്ടും നമുക്ക് ഈ ഒരു പറഞ്ഞ ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് സീക്വൻസസിൽ നമ്മൾ ടാബ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എസ്കേപ്പ് സീക്വൻസസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ ടാബ് യൂസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ടാബ് ഉപയോഗിക്കുന്ന കാരണം ഈ ഡബിൾ കോട്ടിന് ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോട്ടിന്റെ എഫക്റ്റ് ഉണ്ടാവത്തില്ല. അതാണ് ഒന്നാമത്തെ ടാബിന്റെ യൂസ് വരുന്നത്. രണ്ടാമത്തെ ടാബിന്റെ യൂസ് വരുന്നത് നമ്മൾ ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടാബ് എടുത്തിട്ട് എൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക ഒരു ന്യൂ ലൈൻ ആയിരിക്കും. അതായത് നമ്മുടെ ആ ഒരു സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയൊരു ലൈൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവാം. ഇനി മൂന്നാമത്തെ ഈ ഒരു കേസിൽ വരുന്നത് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടാബ് എടുത്തിട്ട് ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് നോക്കാം. ഇനി നമ്മൾ പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ടു റിവേഴ്സ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പം നമുക്ക് സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ട്രിങ്ങിനെ, ഇപ്പം എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതൊരു വേറൊരു ഒബ്ജക്റ്റിലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എസ് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ലിസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ റിവേഴ്സ് ചെയ്യും. എന്നിട്ട് ഞാൻ S1നെ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ വീണ്ടും ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ അതിനെ വേറൊരു S2 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിലാക്കിയിട്ട് ജോയിൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ജോയിനിൽ ഞാൻ പോയിട്ട് S1 എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സ്പ്ലിറ്റ് ചെയ്ത ലിസ്റ്റ്, ഇതൊരു ലിസ്റ്റ് ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവുക, ആ ലിസ്റ്റിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ S2 എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ്ഡ് സ്ട്രിംഗ് ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പം ഇതിന്റെ പ്രത്യേകത, ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത നമ്മുടെ സ്ട്രിങ്ങിനെ വേർഡ് ബൈ വേർഡ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്, വേർഡ് ബൈ വേർഡ്. ഇനി നമുക്ക് ലെറ്റർ ബൈ ലെറ്റർ നമുക്കൊരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ് ഇൻഡെക്സിംഗ് ആണ് ഈ മെത്തേഡിനെ പറയുന്നത്. നമ്മുടെ സ്ട്രിങ് ഇപ്പം S എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് S ഓഫ് ഈസ് ടു മൈനസ് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സ് ഇൻഡെക്സിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് ഒരു മെത്തേഡും കൂടി നോക്കാനായിട്ട് പറ്റും. ഇത് നേരത്തെ ചെയ്തതിന്റെ ചുരുക്കരൂപമാണ്, ഈ ചെയ്തതിന്റെ ഒരുമാതിരി ചുരുക്കരൂപമാണ് ഇത് വരുന്നത്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ S1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് നമ്മളിത് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. റിവേഴ്സ് ചെയ്ത നമ്മുടെ എസിനെയാണ് എടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എസ് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് ഉണ്ട്, ആ സ്ട്രിങ്ങിനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് അതിന് നമ്മൾ ജോയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിവേഴ്സ് ചെയ്തൊരു സ്ട്രിംഗ് കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. മെയിനായിട്ട് 2 മെത്തേഡാണ്. ഈ മൂന്നാമത്തെ മെത്തേഡ് ഇതിന്റെ തന്നെ ഒരു ചുരുക്കിയ രൂപമാണ്, ഒരൊറ്റ ലൈനിൽ കോഡ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചുരുക്കിയ ഒരു രൂപമാണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. സ്ട്രിംഗ് ഫോർമാറ്റിൽ നമ്മൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂസ് വരുന്നത്, ഇപ്പം നമ്മുടെ കയ്യിലൊരു സ്ട്രിംഗ് ഉണ്ട്, അതിൽ നമ്മൾ 2 കേളി ബ്രേസസ് കൊടുത്തിരിക്കുകയാണ്. ഈ കേളി ബ്രേസസിന്റെ ഉള്ളിൽ നമുക്ക് 2 ഒബ്ജക്റ്റുകൾ കൊടുക്കണം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമാറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഫോർമാറ്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് ആദ്യത്തെ പൊസിഷനിലേക്ക് വരേണ്ട സ്ട്രിങ്ങിനെ ആദ്യം കൊടുക്കാം,
രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരേണ്ട സ്ട്രിങ്ങിനെ നമുക്ക് രണ്ടാമതും കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് കൊടുക്കേണ്ട സ്ട്രിങ്ങിനെ നമ്മൾ രണ്ടാമതാണ് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബൈനറി ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ഫംഗ്ഷനിലേക്ക് ഫ്ലോട്ട് ആക്കി മാറ്റണമെങ്കിൽ നമ്പറിനെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിന് ഉപയോഗിക്കുന്ന ഒരു കോമൺ ഫോർമാറ്റ് ആണ് 0:b നമ്മുടെ കളി ബ്രേസസ് അവസാനിപ്പിക്കുക ഡോട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബൈനറിയിലേക്ക് ആക്കേണ്ട ആ ഒരു നമ്പറിനെ നമ്മൾ കൊടുക്കാം. നമ്മളിവിടെ ബി ഉപയോഗിച്ച് ബൈനറിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ നമ്മളിവിടെ ബൈനറി ആണ് വരുന്നത്. ഇ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എക്സ്പൊണൻഷ്യൽ ആയിരിക്കും മാറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടായിരിക്കും മാറ്റി തരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് നമ്പേഴ്സിനെ ബൈനറി ആക്കാനും എക്സ്പൊണൻഷ്യൽ ആക്കാനും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഒക്കെ ആക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോർമാറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോഡിംഗ് ചെയ്യുന്ന സമയത്ത് കോഡ് ചെയ്തിട്ട് പഠിക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത്. സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രിംഗ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിനെ നമ്മൾ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രിംഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ASCII ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോവർ തൊട്ട് അപ്പർ വരെയുള്ള എല്ലാ ആൽഫബറ്റ് ലെറ്റേഴ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ASCII ലോവർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ലോവർ കേസിലുള്ള എല്ലാ ലെറ്റേഴ്സും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ASCII എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇത് എല്ലാ അപ്പർ കേസ് ലെറ്റേഴ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൽ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്ട് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇത് ഒക്ടാഡെസിമൽ, അതായത് ഡിജിറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഒക്ട് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഹെക്സ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാ പങ്ക്ച്വേഷൻസും എല്ലാ സിമ്പിൾസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് പ്രിന്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് സ്ട്രിംഗിൽ പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പിന്നെ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കുറച്ച് മെത്തേഡ്സ് ആണ്, സ്ട്രിംഗ് മെത്തേഡ്സ് ടു ചെക്ക് വിത്തിൻ ദ സ്ട്രിംഗിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സ്ട്രിംഗ് മെത്തേഡ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻസ് വിത്ത് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം അതിന് സിൻടാക്സ് വരുന്നത് സ്ട്രിംഗ് ഡോട്ട് എൻസ് വിത്ത് പറഞ്ഞിട്ടുള്ള സിൻടാക്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് 3 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സബ്സ്ട്രിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ബിഗിനിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ആ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഇൻഡെക്സിന്റെ ഉള്ളിൽ വരുന്ന ആ സബ്സ്ട്രിങ്ങിനെ അത് ചെക്ക് ചെയ്തിട്ട് ആ സബ്സ്ട്രിങ് അത് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അത് എൻസ് വിത്ത് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ബൂലിയൻ വാല്യൂ ആൻസർ ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് സ്റ്റാർട്ട്സ് വിത്ത് എന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു സബ്സ്ട്രിങ് ഈ ഒരു ഇതിൽ റേഞ്ച് ഈ ഒരു ഇൻഡെക്സ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട്സ് വിത്ത് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട്സ് വിത്ത്, അപ്പോൾ ഇതിൽ സബ്സ്ട്രിങ് വരുന്നുണ്ട്, ബിഗിനിങ് ഇൻഡെക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻഡിങ് ഇൻഡെക്സും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഒരു സിൻടാക്സ് വരുന്നത്. ഇതിലും നമുക്ക് ആൻസർ, അതായത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക ട്രൂ ഓർ ഫോൾസ് ബൂലിയൻ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഇനി മൂന്നാമത്തെ ഇതിൽ വരുന്നത് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് മൊത്തം ലോവർ കേസിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അത് ഈസ് ലോവർ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു ഫംഗ്ഷൻ അപ്പർ കേസിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈസ് അപ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മൾ ഇതിൽ നോക്കുന്നത് അഞ്ചാമത്തെ ഒരു ഫംഗ്ഷൻ വരുന്നത് ടൈറ്റിൽ കേസിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈസ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ ആറാമത്തെ ഒരു ഫംഗ്ഷൻ വരുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിന്റെ ഉള്ളിൽ ഫുള്ളും ഡിജിറ്റ്സ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈസ് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, ഈസ് ഡിജിറ്റ്സ്. പിന്നെ നമുക്കിതിൽ നോക്കാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് ഏഴാമത്തെ ഫംഗ്ഷൻ. അത് ഈസ് ഡെസിമൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സ്ട്രിംഗ് ഡോട്ട്
ഈസ് ഡെസിമൽ. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡെസിമൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ അടുത്തതായിട്ട് വരുന്നത് ഈസ് ആൽഫ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ഈസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ അർബറ്റിക് ക്യാരക്ടേഴ്സ് മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് ടു ചെക്ക് വിത്തിൻ ദ സ്ട്രിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് സ്ട്രിംഗ് മെത്തേഡ്സ് ആണ്. കുറച്ച് സ്ട്രിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ കയ്യിൽ ഒരു സബ്സ്ട്രിംഗ് ഉണ്ട്. ആ സബ്സ്ട്രിംഗ് എത്ര തവണ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടെങ്കിൽ എത്ര തവണ അതിൽ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതിന്റെ സിൻടാക്സ് വന്നിട്ട് സ്ട്രിംഗ് ഡോട്ട് കൗണ്ട്. ഇത് നമ്മുടെ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ഏത് ഒബ്ജക്റ്റിലേക്കാണോ സ്ട്രിംഗ് കൊടുത്തിട്ടുള്ളത് ആ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൗണ്ടിന്റെ ഉള്ളിൽ നമ്മൾ സബ്സ്ട്രിംഗ് കൊടുക്കും. അതുപോലെ തന്നെ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഇൻഡെക്സും നമ്മൾ കൊടുക്കും. എൻഡിങ് ഇൻഡെക്സും ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു സബ്സ്ട്രിംഗ് എത്ര വട്ടം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ കൗണ്ടാണ് നമുക്ക് ഇതെടുത്ത് തരുന്നുണ്ടാവാം. ഇനി ഇതിന്റെ ഉള്ളിൽ വരുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ആണ്. സ്ട്രിംഗ് ഡോട്ട് ഫൈൻഡ്. അപ്പം ഫൈൻഡിന്റെ ഉള്ളിലും സെയിം ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. സബ്സ്ട്രിങ്ങും ഒരു ബിഗിനിങ് ഇൻഡെക്സും ഒരു എൻഡിങ് ഇൻഡെക്സ് ആണ് വരുന്നത്. ഫൈൻഡിന്റെ കൂടെ തന്നെ നമുക്ക് ആർ ഫൈൻഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിവേഴ്സ് ഫൈൻഡ്, അതായത് നമ്മുടെ സ്ട്രിങ്ങിന്റെ റിവേഴ്സ് ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫൈൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സബ്സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് പൊസിഷൻ അറിയാനായിട്ട് പറ്റും. ഇൻഡെക്സ് പൊസിഷൻ ആണ് നമുക്കിത് റിട്ടേൺ ചെയ്ത് തരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ സെയിം എന്താ പറയാ ഇൻഡെക്സ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് സ്ട്രിംഗ് ഡോട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിലും നമുക്ക് ഒരു സബ്സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിഗിനിങ് ആൻഡ് എൻഡിങ് ഇൻഡെക്സിന്റെ ഉള്ളിൽ ആ സബ്സ്ട്രിംഗ് ഏത് ഇൻഡെക്സ് പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളത് അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ഇതാണ് അതിന്റെ ഒരു സിൻടാക്സ് വരുന്നത്. പിന്നെ നമുക്ക് സ്ട്രിംഗ് മെത്തേഡ്സിൽ അടുത്ത ഒന്ന് വരുന്നത് സ്ട്രിംഗ് മെത്തേഡ്സിൽ നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ വരുന്നത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിൽ നമ്മൾ ആ സ്ട്രിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലെങ്ത് റിട്ടേൺ ചെയ്തു വരും. അപ്പോൾ തന്നെ നമുക്ക് മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം വരുന്ന ക്യാരക്ടർ ആണ്, മാക്സ് ക്യാരക്ടർ ആണ് ഇത് നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടാവാം. അപ്പം നമ്മുടെ ആൽഫബറ്റ്സിൽ ഇതിൽ മാക്സ് ക്യാരക്ടർ ആയിട്ട് വരുന്നുണ്ടാവുക സെഡ് ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടാവാം. അതായത് XYZ ആ ഒരു റേഞ്ചിലുള്ളത്. ബാക്കിലോട്ട് പോകുന്നതാണ് നമുക്ക് ബാക്കിൽ കിടക്കുന്ന ആൽഫബറ്റ്സ് ആണ് നമ്മുടെ മാക്സ് എന്ന് പറയുന്ന ആൾക്കാർ. പിന്നെ നമുക്ക് മിനിമം ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ മിനിമം ക്യാരക്ടർ ഏതാണെന്നുള്ള എടുത്ത് തരുന്നതാണ് മിനി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. മിക്കവാറും ഒക്കെ നമുക്ക് സ്പേസ് ആയിരിക്കും മിനിമം ക്യാരക്ടർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ID ആണ്. അപ്പം ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ID അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് ടൈപ്പ് ഓഫ് എൻകോഡിംഗ് ഫംഗ്ഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിൽ നോക്കാനുള്ളത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇത് നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, അത് പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ രണ്ട് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ. കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ട്രിങ്ങിനെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിനെ തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ. ഇപ്പം ഞാൻ 2 വട്ടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രിങ് വണ്ണിന് 2 വട്ടം നമുക്കത് റിട്ടേൺ ചെയ്തു തരും. അപ്പം അതാണ് ഉണ്ടാവുക. റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാനുള്ള ലാസ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ബിൽറ്റ് ഇൻ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആദ്യം വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിനെ ക്യാപിറ്റലൈസ് ചെയ്യുക. ആദ്യം വരുന്ന ലെറ്ററിനെ ക്യാപിറ്റൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റലൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് സെന്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സെന്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് സെന്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ട്രിങ്ങിനെ സെന്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും വിട്ട് അതിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ വന്നോളും. നമുക്ക് എന്തെങ്കിലും ഫിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതും നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫിൽ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ഫിൽ ക്യാരക്ടർ ഫിൽ ആയിട്ട് വന്നോളും. പിന്നെ നമുക്ക് മൂന്നാമത്തത് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ലോവർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിനെ ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ നമുക്ക് അപ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ സ്വാപ്പ് കേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇത് അപ്പർ കേസിലുള്ള ലെറ്റേഴ്സിനെ ലോവർ കേസിലും ലോവർ കേസിലുള്ള ലെറ്റേഴ്സിനെ അപ്പർ കേസിലും ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് കേസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈറ്റിൽ കേസിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതിൽ യൂസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ യൂസ് വരുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അത് റീപ്ലേസിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട, അതായത് ഓൾഡ് സ്ട്രിങ് സബ്സ്ട്രിങ് എന്താണോ അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ന്യൂ സബ്സ്ട്രിങ് പുതിയതായിട്ട് എന്താണോ റീപ്ലേസ് ചെയ്ത് കയറ്റേണ്ടത് ആ സ്ട്രിങ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് എത്ര തവണ കയറ്റണം അതും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ഇതിൽ വരുന്നത് നമ്മുടെ സ്ട്രിങ്ങിനെ ടപ്പിളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതിന് നമ്മൾ പാർട്ടീഷൻ എന്നാണ് പറയുന്നത്. പിന്നെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ പാർട്ടീഷനിൽ നമുക്ക്
എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു സബ്സ്ട്രിങ് നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ വരുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. സ്പ്ലിറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സബ്സ്ട്രിങ് മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സ്പ്ലിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിസ്റ്റ്, അതായത് സ്ട്രിങ്ങിന് എടുത്ത് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പാർട്ടീഷൻ യൂസ് ചെയ്യുന്നത് ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്ട്രിങ്ങിൽ വരുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഓക്കെ, ബിൽറ്റ് ഇൻ സ്ട്രിംഗ് ഫംഗ്ഷൻസ്. അപ്പം ഇതിന് കോഡ് വഴി എങ്ങനെ നമുക്ക് ഇതിൽ ചെയ്യാം, എന്താണ് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് കോഡിന്റെ സെക്ഷനിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.